അള്ളാന്റെ ഹബീബായ പ്രവാചകം പറയുകയാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം പല പ്രവാചക പ്രേമികളിൽ പ്രമുഖന്മാരായിട്ടുള്ള സ്വഹാബികളുമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഉമറേ, നീ സ്വർഗത്തിലാണെന്ന് പറയാൻ, അത് കേൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ പല ആളുകളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലുണ്ട്. നിങ്ങൾക്കാവുന്ന ശബ്ദത്തില്, അതിനപ്പുറത്തേക്കൊരു ശബ്ദത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം ശബ്ദം ഒന്നെടുക്കാൻ പറ്റും, അതിന് പ്രത്യേക പ്രതിഫലം കിട്ടും, മറന്നു പോകണ്ട. അതിന് പ്രത്യേക പ്രതിഫലം കിട്ടും, മറന്നു പോകണ്ട. അതിന് പ്രത്യേക പ്രതിഫലം കിട്ടും, നിങ്ങൾ മറന്നു പോകണ്ട. നിങ്ങൾക്ക് ആരോഗ്യമനുസരിച്ച് എത്ര ശബ്ദം എടുക്കാൻ പറ്റും. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്കാറിൽ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് ഉറച്ചു ചെല്ലണം. കാരണം എനിക്ക് കേട്ട് സൂഹിക്കാൻ വേണ്ടിയല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും റളിയല്ലാഹു അൻഹു അടക്കമുള്ള പല സ്വഹാബി പ്രമുഖരുമുണ്ട്. പറയുകയാ, ഓ ഉമറേ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാ, ഓ ഉമറേ, യമൻ പ്രവിശ്യയിൽ, അതേ യമൻ രാജ്യത്ത് കർമ്മ എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഞാൻ ആവർത്തിക്കുകയാ, യമൻ രാജ്യത്ത് കർമ്മ പ്രവിശ്യയിൽ ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന പേരുള്ള ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. മറേ, ആ ആളിനെ നീയെങ്ങാനും കണ്ടാൽ, ഉമറേ, നീ അദ്ദേഹത്തിന്റെ കൈപിടിക്കണേ മോനെ, എന്റെ സലാം പറയണേ മോനെ, നിന്റെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ അദ്ദേഹത്തിനെ കൊണ്ട് ദുആരപ്പിക്കണേ മോനെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇന്ന് വരെയും അവർക്കാർക്കും പരിചയമില്ലാത്തൊരു നാമമാ, ഇന്ന് വരെയും അവർക്കാർക്കും നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തൊരു വ്യക്തിത്വമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബികളെ പോലെ പ്രവാചകനോടൊപ്പം പൂമ്പാറ്റകളെ പോലെ പറന്നു നടക്കാൻ, ആ സുഗന്ധത്തിന്റെ മടിത്തട്ടിൽ സന്തോഷിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത മഹാന. എന്നിട്ട് പോലും പറയുകയാ, ഉമറേ, ആ മനുഷ്യനോട് എന്റെ സലാം പറയണേ മോനെ, എന്റെ സലാം പറയണേ മോനെ, നീ കൈപിടിക്കണേ മോനെ, മുസാഫഹത്ത് ചെയ്യണേ മോനെ, നിന്റെ പാപമൊക്കെ പുറത്തു കിട്ടാൻ ആ മനുഷ്യനെ കൊണ്ട് ദ്വാരപ്പിക്കണേ മോനെ എന്ന് പറയുമ്പോ, ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വല്ലാതെ കോൾമയിൽ കൊള്ളുകയാ. പടച്ചവനെ, എന്ത് ഭാഗ്യമാ മനുഷ്യന്. കാരണം എത്ര വലിയ പരിശുദ്ധമായ ജീവിതമായിരിക്കും, എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ത്യാഗം. ഒരു സഹാബിയായിട്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലല്ലോ, പക്ഷേ മുത്ത് റസൂലിന്റെ നാവ് കൊണ്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോ അടയാളം സഹിതം പറഞ്ഞു കൊടുക്കുന്നു. ആ മനുഷ്യന്റെ ശരീരത്തിൽ വെള്ളപ്പാടിന്റെ കല പോലെ നാണയത്തിന്റെ അകലത്തിൽ അത്രയും അകലത്തിൽ ഒരു അടയാളം ആ മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ യമനിൽ നിന്ന് വരുന്ന കച്ചവടക്കാർ, യമനിൽ നിന്ന് വരുന്ന യാത്രക്കാർ, യമൻ പ്രദേശത്ത് നിന്ന് വരുന്ന മുഴുവൻ ആളുകളോടും അന്വേഷിക്കാൻ തുടങ്ങി. വൈസിനെ അറിയുമോ, വൈസ് ബിൻ ആമിറിനെ അറിയുമോ, വെള്ളപ്പാടിന്റെ ഒരു അടയാളം ശരീരത്തിലുണ്ട്, നിങ്ങൾ അറിയുമോ, അദ്ദേഹം കർണ പ്രവിഷ്ടക്കാരനാ, ഉവൈസുൽ കർണി എന്താ പേര്, ആ ഉവൈസ് ബിൻ ആമിറിനെ അറിയുമോ, ആ ഉവൈസ് ആ യമൻകാരനാ, നിങ്ങളുടെ പ്രദേശക്കാരനാ. പലരോടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിപൂർണമായിട്ടുള്ള മറുപടി കിട്ടുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവേശത്തോടെ അന്വേഷണം തുടങ്ങുക. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അതിനുശേഷവും മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള പ്രവാചകന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. അതുകൊണ്ട് പ്രവാചകൻ വഫാത്തായതിനു ശേഷം അന്വേഷണം തുടങ്ങി. അവസാനം അന്വേഷിച്ച് യമനിൽ നിന്നൊരു കച്ചവട സംഘം വരുന്നത് കണ്ടു. പെട്ടെന്ന് തന്നെ ചോദിച്ചു, ഇങ്ങനെ ആളിനെ അറിയുമല്ലോ. ദോഷമായി അഡ്രസ്സൊക്കെ മേടിച്ചു, കറക്റ്റായിട്ട് എല്ലാം നോട്ട് ചെയ്തു പോയി. അദ്ദേഹത്തിന്റെ സമീപത്ത് വന്നു സലാം പറഞ്ഞു. അടയാളമൊക്കെ കറക്റ്റാണെന്ന് നോക്കി, എല്ലാം ഓക്കെയാണ്. തന്നെ പറയുകയാണ്, ഓ വൈസേ, ഓ വൈസുൽ ഖർണിയെ, ഓ ഉവൈസ് ബിൻ ആമിറേ, നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്. എന്റെ മുത്തുനബി, ലോകത്തിന്റെ നേതാവ് ജേതാവ് പറഞ്ഞത് നിങ്ങൾക്ക് സലാം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ലോകത്തിന്റെ അമ്പിളി തിങ്കൾ സലാം പറയുകയാ, സലാം മടക്കുന്നു.
പിന്നെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നു, ദുആരക്കാൻ ഓർമ്മപ്പെടുത്തുന്നു, പല വിഷയവും പറയുന്നു. നിറകണ്ണുകളോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, ഓ ഉവൈസേ, നിങ്ങൾ എന്ത് അമലാ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ എന്ത് അമലാ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ എന്ത് അമലാ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഉവൈസേ, ലോകത്തിൽ പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമകാലികരായിട്ട് ഒരുപാട് സത്യവിശ്വാസികൾ പല പ്രദേശങ്ങളിലും ജീവിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അവർക്കൊന്നും പ്രവാചകനെ കാണാതെ സത്യവിശ്വാസികളായിട്ട് ജീവിച്ചിട്ടുള്ള പല ആളുകളുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഓഫർ ചെയ്തിട്ടുണ്ട്. എന്താ കാരണമെന്ന് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ചോദിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുകയാ, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനോട് എനിക്ക് വലിയ മഹബത്തായിരുന്നു. ഹബീബായ നബി തങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് ചെല്ലാം പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്റെ വീട്ടിൽ വയോവൃദ്ധയായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട മാതാവിനെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും ആരുമില്ലാത്തത് കൊണ്ട് ഉമ്മ എനിക്ക് വേണ്ടതുപോലെ സന്തോഷത്തോടെ അനുവാദം തന്നില്ല. കാരണം ഞാൻ പോയാൽ വേറെ ആരുമില്ല. ഇവിടെ 2 പോയിന്റ് ഒന്ന് മനസ്സിലാക്കാനുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പ്രിയപ്പെട്ട ഉമ്മാടെ വിഷയം, നീ ഹജ്ജിന് പോയാലും ഉംറയ്ക്ക് പോയാലും, നീ എത്ര വലിയ അമൽ ചെയ്താലും, നീ എത്ര വലിയ ആധ്യാത്മികമായിട്ടുള്ള സദസ്സിൽ പങ്കെടുത്താലും, എന്തൊക്കെ നീ അമൽ ചെയ്താലും, ഏതൊക്കെ രൂപത്തിൽ ഉന്നതനായിട്ട് നീ കടന്നുപോയാലും ഉമ്മാന്റെ പ്രാർത്ഥനയില്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല മോനെ. പ്രിയപ്പെട്ട ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തമില്ലാതെ പടച്ചവന്റെ അടുക്കൽ അംഗീകാരം കിട്ടൂല പ്രിയപ്പെട്ടവരെ. അതും കൂടി ഒന്ന് ചേർത്ത് വായിക്കാനുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ പൊരുത്തമുള്ള മക്കളിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുകയാണ്, മഹബ്ബത്തിന്റെ പവർ കണ്ടോ?